ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കുറച്ച് നല്ല നാടൻ മത്തി കിട്ടി. ഇന്ന് ഇന്നത്തെ കറി അതാക്കാമെന്ന് ഓർത്തു. അതിന് വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പ് എത്ര എടുത്തിട്ടുണ്ട്, തക്കാളി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി കൂടി ചാച്ചു വെച്ചു, കറിവേപ്പില, പച്ചമുളക് ഇതുണ്ട്. അപ്പം ഇത് ഞാനൊരു പാനിൽ വെച്ചിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയൊക്കെ നല്ലോണം മൂത്ത ശേഷം തക്കാളി, പച്ചമുളകും ഇട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് പൊടികളെല്ലാം കൂടി അങ്ങ് ഇട്ടേക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ലേ, അതിൽ ഉപ്പും എല്ലാം ഉണ്ട്. ഇതൊന്ന് നല്ലോണം വഴറ്റുക. അപ്പം ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് ചെറിയൊരു സർജറി അങ്ങനെ കഴിഞ്ഞു. മൂക്കിക്കൂടി ഇതൊക്കെ ഇതാക്കിയിട്ട്. അപ്പം നല്ല വേദനയുണ്ട്, അധികം പറയാനൊന്നും പറ്റില്ല. അപ്പം എനിക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഒരു കറി വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന. അപ്പോൾ ഇത് മൂത്തു, അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു. ഇതൊന്ന് കുറുകി പറ്റട്ടെ. ഇനി ഞാൻ അടുത്ത തിങ്കളാഴ്ച പോകണം. അപ്പോഴായിരിക്കും ഇലക്ഷനൊക്കെ ആയതുകൊണ്ടേ നല്ല വേദനയുണ്ട് പറയുമ്പോഴൊക്കെ. അധികം തുമ്മും ചുമയ്ക്കുകയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്താ പറയുക, അതുകൊണ്ട് ഇച്ചിരി സംസാരിക്കുന്നതിന് ഇതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് ഇനി തിളച്ച് കുറുകി കഴിയുമ്പം അത് മീനിലേക്ക് കുടംപുളിയൊക്കെ ഉണ്ട് കേട്ടോ. കുടംപുളിയുടെ പറയാൻ മറന്നുപോയി. കുടംപുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മീൻകറിയിലേക്ക് ഇട്ടു. ഇനി കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് മീൻകറി തിളച്ച് വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് കുറുകി പറ്റി ഇതുണ്ട്. നല്ല മീൻകറി, സൂപ്പർ മീൻകറി ആയിട്ടുണ്ട്. നല്ല മത്തിയായിരുന്നു ഇത്. അപ്പോൾ ഇനി അടുത്ത തിങ്കളാഴ്ച പോകണം. എനിക്ക് ഇതൊക്കെയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഡോക്ടറെയും കൂടി കാണണം. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് ഇച്ചിരി ചക്കപ്പുഴുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മീൻകറിയും കൂട്ടി ഞാൻ കഴിക്കാം. എനിക്ക് എൻ്റെ ഫേവറേറ്റാണ് ചക്കപ്പുഴുക്ക്. നല്ല ടേസ്റ്റുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിക്കണം. അപ്പം ഇനി നമുക്കൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ അടുത്ത ദിവസം കാണാം. എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടൊക്കെ ചെയ്യണം, മറക്കരുത് കേട്ടോ.